എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതമാണ് നോക്കുന്നത്. അതിൽ 138 ശ്ലോകം മുതലാണെന്ന് നോക്കുന്നത്. ഭോഷ്കും പറഞ്ഞു ഭവനങ്ങളിലങ്കനാനാം പോയിക്കൂടുമപ്പരിചുരാപ്പകലുള്ളതെല്ലാം നീർപ്പോള പോലെ മരുവുന്ന കളേബരാന്തേ വീർപ്പുണ്ടതും നിയതമല്ല നിനക്കെടോ അങ്കനാനാം ഭവനങ്ങളിൽ സ്ത്രീകൾ ഉള്ള വീടുകളിൽ ഭോഷ്കും പറഞ്ഞ് സ്വന്തം പരാക്രമങ്ങളെപ്പറ്റി വീമ്പ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് ചിലരുടെ ഒരു സ്വഭാവമാണ് അല്ലേ. ചിലരെയൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അവനവൻ ചെയ്ത പരാക്രമങ്ങളെ പറ്റി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയും, വീമ്പ്. അങ്ങനെ ചിലരുണ്ട്. അത് സ്ത്രീകളുള്ള വീടുകളാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാവും. അങ്ങനെ ചിലരുണ്ട്. അങ്ങനെ വീമ്പും പറഞ്ഞ് അതുപോലെ ചിലവഴിക്കും. സമയം ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ചിലവഴിക്കും. അതങ്ങനെ പോവും. പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ. ജീവിതകാലം മുഴുവനും രാവും പകലും അങ്ങനെ കഴിഞ്ഞു പോവും എന്നർത്ഥം. നീർപ്പോള പോലെ മരുവുന്ന കളേബരാന്തേ നീറ്റിലെ പോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മാനുഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള 2 വരികളാണത് അല്ലേ. ഈ നീറ്റിലെ പോള പോലെയാണ് നമ്മുടെ ജീവിതവും എന്നാണ്. അനശ്വരല്ല, നശ്വരമാണ്. അത്രയും നശ്വരമായിട്ടുള്ള ഒരു ജീവൻ ഇതിൻ്റെ ഉള്ളിൽ, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വീർപ്പുണ്ടതും നിയതമല്ല. ഈ ശ്വാസം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യണുണ്ട്. നമ്മൾ തിരക്കുള്ള സമയത്തൊന്നും നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യണത് അറിയാറന്നെ ഇല്ല അല്ലേ. അറിയാറുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ അത്രയും തിരക്കുള്ള സമയത്തൊന്നും നമ്മൾ ശ്വാസം എടുക്കണത് വിടണതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കും. എന്നാലും ആ ശ്വാസോച്ഛ്വാസം അവിടെ ഉള്ളിലിരിക്കുന്ന പ്രാണനാഥൻ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അതും ശാശ്വതമല്ല, അത് എന്നും ഉണ്ടാവില്ല. അത് ഒരിക്കലും നിൽക്കും അല്ലേ. അത് നമ്മൾ ഓർക്കണം. നിങ്ങൾ അത് ഓർത്ത് മനസ്സിനോട് പറയാണ് പൂന്താനം, സ്വന്തം മനസ്സിനോട് പറയാണ്, അത് ഓർക്കടോ നിനക്കെടോ എന്നാണ് പറയണത് മനസ്സിനോട്. അത് നമ്മളോടും കൂടിയുള്ള ഉപദേശമാണ്. ഈ ശ്വാസം ഒരു ഇടതടവും ഇല്ലാണ്ട് നമുക്കൊരു ശ്വാസം മുട്ടലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കണത് തന്നെ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർ പറയും ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറയും അല്ലേ. അതുപോലെ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ശ്വാസം മാത്രം ശ്രദ്ധിച്ചിങ്ങനെ കിടന്നാൽ നമുക്ക് വേഗം ഉറക്കം വരും. അപ്പോഴെങ്കിലും ശ്വാസത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആ ശ്വാസവും എപ്പോഴാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് നീ ഓർക്ക് എൻ്റെ മനസ്സേ എന്ന മനസ്സിനോട് പറയുകയാണ് നമ്മളോടും. അടുത്ത ശ്ലോകം അജാമിളൻ്റെ കഥ ഓർത്ത് ഒരു പരിഭവം ഭഗവാനോട് അറിയിക്കുകയാണ് പൂന്താനം. എന്താണെന്ന് നോക്കാം. കന്യാകുബ്ജത്തിലല്ലായ്കയോ ജനനമതോദാസിയെ കാമിയാഞ്ഞോ ത്വന്നാമത്തിനുമിപ്പോൾ കലിയുഗമതുകൊണ്ടുള്ള വീര്യം കുറഞ്ഞോ. എന്നോ നാലക്ഷരം താൻ മുഴുവനരുതതിൽ കുറ്റമെന്നിൽ പിണഞ്ഞോ. ത്വന്നാമം ഞാൻ അറിഞ്ഞിട്ടനുദിനമുര ചെയ്തെന്നതോ വാസുദേവ. എന്താ എൻ്റെ കുറ്റം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നീ എന്നിൽ എന്താ വെച്ചാൽ ഭഗവാൻ പ്രസാദിക്കണില്ല എന്നാണ് പറയണത്. അടുത്ത ഒരു ശ്ലോകം കൂടിയും ചേർത്ത് വായിക്കേണ്ടതാണിത്. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയാം. കന്യാകുബ്ജത്തിലല്ലായികയോ, ഞാൻ അജാമിളൻ്റെ പോലെ കന്യാകുബ്ജത്തിൽ ജനിക്കാഞ്ഞിട്ടാണോ, അജാമിളനേക്കാളും ധർമ്മിഷ്ഠനായി ഞാൻ
ശുദ്ധഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ജനനം കന്യാകുബ്ജത്തിൽ അല്ലാഞ്ഞിട്ടാണോ, അതോ ദാസിയെ കാമിയാഞ്ഞോ? അജാമിളൻ എന്താ ഇതേ കാട്ടിൽ വിറകുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കണ്ട ഒരു പെണ്ണുമായിട്ട് ലോഹിയം കൂടി അവളുമായിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ മറന്ന്, കുടുംബത്തെയും ഭാര്യയും ഒക്കെ മറന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ അവിടെ അങ്ങനെ കഴിഞ്ഞു അല്ലേ? അങ്ങനെ അല്ലാഞ്ഞിട്ടാണോ? ദാസിയെ കാമിയാഞ്ഞോ? ഞാൻ അതുപോലെ അല്ലാഞ്ഞിട്ടാണോ? അജാമിളൻ അധർമ്മം ചെയ്തതുപോലെ അച്ഛനെയും അമ്മയും പത്നിയെയും ഒന്നും നോക്കാതെ ആണ് അജാമിളൻ കഴിഞ്ഞത്. ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണോ എന്നാണ് സംശയം. അതോ ഇപ്പം കലിയുഗം ആയതുകൊണ്ട് ഈ കലിയുഗത്തിൽ ത്വന്നാമത്തിനും വീര്യം കുറഞ്ഞോ? ഭഗവാന്റെ നാരായണ എന്നുള്ള ആ നാമത്തിനും ഈ കലിയുഗം ആയതുകൊണ്ട് അതിനും വീര്യം കുറഞ്ഞോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. പൂന്താനം തന്നെ പറഞ്ഞിട്ടുണ്ട്, നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും എന്നൊക്കെ പൂന്താനം തന്നെയാണ് പറഞ്ഞപ്പോൾ. ഇപ്പോൾ ഒരു സംശയം, ഈ നാമം ഇങ്ങനെ ജപിച്ചിട്ട് ഞാൻ നാലക്ഷരം താൻ മുഴുവൻ അരുതതിൽ കുറ്റമെന്നിൽ പിണഞ്ഞോ? ഞാനിങ്ങനെ ഈ കലിയുഗത്തിൽ നാരായണ എന്ന് മാത്രം ജപിച്ചാൽ മതി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഏതു നേരവും ഭഗവാനെ നാരായണ നാരായണ എന്ന് കീർത്തനം ചെയ്തുകൊണ്ടേ നടക്കുകയാണ്. ഇതാണ് പൂന്താനം പറയണത്. അവിടുത്തെ തിരുനാമത്തിന് ക്ഷമത കുറഞ്ഞോ? ത്വന്നാമത്തിനും വീര്യം കുറഞ്ഞോ എന്നാണ്. അതുപോലെ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം എല്ലാം ശരി കിട്ടും, എല്ലാം നമുക്ക് വേണ്ടതെല്ലാം കിട്ടും എന്നാണ് എല്ലാ ഇതും പറയണത്, എല്ലാ വേദം പുരാണങ്ങളും ഒക്കെ പറയണത്. പക്ഷേ മുഴുവനും ശരിക്കും ചൊല്ലരുത് എന്നതിൽ എന്നിൽ എന്തെങ്കിലും കുറ്റം പിണഞ്ഞോ, എന്തെങ്കിലും ഞാൻ കുറ്റം ചെയ്തുവോ, ഞാൻ എന്നും നാരായണ എന്ന് ശ്രദ്ധയോടെ മുഴുവനും ജപിച്ചതാണോ കുറ്റം എന്നാണ്. ഞാൻ എന്നും ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നാരായണ എന്ന് മുഴുവനും ജപിക്കുന്നുണ്ട്. അജാമിളൻ പുത്രനെ വിചാരിച്ചിട്ടാണ് നാരായണ എന്ന് മുഴുവനും ജപിക്കാൻ പറ്റിയില്ല അജാമിളന്. അപ്പോഴത്തേക്കും വന്നു വിഷ്ണു പാർഷദന്മാർ അല്ലേ, 4 പേര് യമകിങ്കരന്മാരെ പോയി തടുത്തു. എന്തൊരു ഭാഗ്യമാണ്. അതും ഭഗവാനെ വിചാരിച്ചിട്ടൊന്നും അല്ല ജപിച്ചത്. ഉണ്ണി 4 വയസ്സായ ഉണ്ണി അവിടെ എങ്ങാണ്ട് ഓടിക്കളിക്കുന്നുണ്ട്, അതിനെ വിചാരിച്ചിട്ടാണ് നാരായണ എന്ന് വിളിച്ചത്. അത് മുഴുവനും വിളിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും വന്നു വിഷ്ണു പാർഷദന്മാർ എന്നാണ് പൂന്താനം പറയുന്നത്. എന്നിട്ട് ഇവിടെ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നാരായണ എന്ന് മുഴുവനും ജപിക്കുന്നുണ്ട്. എപ്പോഴും ഏതു നേരം എന്നും എപ്പോഴും ജപിക്കണം. അതാണോ ഞാൻ ചെയ്ത കുറ്റം? എന്താ നീ എന്നിൽ പ്രസാദിക്കാത്തത് എന്നാണ് നാരായണ എന്ന് അജാമിളൻ ഒരു തവണയേ ജപിച്ചുള്ളൂ എന്നാണ് പൂന്താനം പറയണത്. ഇവിടെ എന്നും ഏതു നേരവും നാരായണ നാരായണ എന്ന് ജപിച്ച് നടക്കുക തന്നെയാണ് ഞാൻ. എന്നിട്ടും എന്നിൽ പ്രസാദിക്കാത്തത് എന്താണ് എന്നാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ആർക്കെങ്കിലും പോരുമി നാമമാത്രം കീർത്തിക്ക ജന്മത്തിലൊരിക്കലെന്നും ശാസ്ത്രങ്ങൾ ചൊല്ലും ദൃഢനിശ്ചയം കേൾ ഭോഷ്കെന്നു വന്നീടൊല നന്ദസൂനോ. ആർക്കായാലും ഈ നാമം മാത്രം, അവിടുത്തെ തിരുനാമം മാത്രം ജീവിതത്തിൽ ഒരിക്കൽ കീർത്തിച്ചാൽ പോരും എന്നാണ്. ജന്മത്തിൽ ഒരിക്കലെങ്കിലും ഈ നാരായണനാമം കീർത്തിച്ചാൽ മതി സംസാരമുക്തി നേടാൻ എന്ന് ശാസ്ത്രങ്ങളും ശ്രുതിസ്മൃതി പുരാണങ്ങൾ എല്ലാം പറയുന്നുണ്ട്. വേദാന്ത പുരാണങ്ങളിലെല്ലാം സംശയാതീതമായി അച്ചട്ടായിട്ട് പറയുന്നുണ്ട്. ഉറപ്പാണ്
ഇത് നാരായണാന്ന് ജപിച്ചാൽ മുക്തി, സംസാരമുക്തി കിട്ടും എന്ന് എല്ലാ വേദാന്ത പുരാണങ്ങളിലും പറയുന്നുണ്ട്. കേൾക്കണില്ലേ? സംശയാതീതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭോഷ്കെന്ന് വന്നിടല എന്നാണ് പറയുന്നത്. അത് അസത്യമായി തീരരുത് എൻ്റെ നന്ദസൂനോ നന്ദകുമാര. ഭോഷ്കെന്ന് വന്നി അതൊന്നും ആ പറഞ്ഞിരിക്കണ വേദാന്ത പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊന്നും അസത്യമായി തീരാൻ ഇടവരരുതേ എന്നാണ് പറയണത്. അത് ഞാൻ എത്ര നാളായി ശ്രദ്ധയോടെ ദിവസം തോറും അവിടുത്തെ നാമസങ്കീർത്തനം ചെയ്യണു. ഇനിയും എന്തുകൊണ്ടാണ് എനിക്ക് ഇനിയും കൈവല്യം തരാത്തത്, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കിട്ടാത്തത്? എനിക്ക് തന്നില്ലല്ലോ, ഭഗവാന്റെ ദർശനം എനിക്ക് തന്നില്ലല്ലോ എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം. പുല്ലാദിയായുള്ള ശരീരമോരോന്നെല്ലാറ്റിലും ബുക്കു പുറത്തു പോന്നേൻ. നല്ലൊരു ജന്മം നരജന്മമിപ്പോൾ വല്ലാതെയാക്കിയിടൊല തമ്പുരാനെ. പുല്ലാദിയായുള്ള ശരീരം ഓരോന്നെല്ലാറ്റിലും പുല്ല് മുതൽ എന്തെല്ലാം ജന്മങ്ങളുണ്ടോ അതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ മനുഷ്യജന്മം കിട്ടിയപ്പോൾ, മനുഷ്യജന്മം കിട്ടിയാലേ കൈവല്യം കിട്ടുള്ളൂ എന്നാണ്. ബാക്കി ഏത് ജന്മത്തിനും കൈവല്യം കിട്ടില്ല, വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. മനുഷ്യജന്മം തരുന്നത് എന്തിനാണ്? നമുക്ക് കൈവല്യപ്രാപ്തി നേടാൻ വേണ്ടി മാത്രമാണ്. അത് മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ഭഗവാനെ വിചാരിച്ച് ഭഗവൻ നാമങ്ങൾ ജപിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊണ്ട് ഉപദ്രവം ചെയ്യാതിരിക്കുക, അവനവനെ കൊണ്ട് ചെയ്യുന്ന പറ്റണ പോലെയുള്ള സഹായങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്നുള്ള ആ അഹങ്കാരം മനസ്സിലുണ്ടാവരുത്. എനിക്ക് ഭഗവാൻ തന്നു അത് കൊടുക്കാനുള്ള കഴിവ്, അത് ഞാൻ ചെയ്തു എന്നേ വിചാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊക്കെ ജീവിച്ചു പോന്നാൽ മാത്രമേ കൈവല്യം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഇന്നിപ്പോൾ ചെയ്തതിനൊക്കെ അടുത്ത ജന്മം അനുഭവിക്കാൻ വേണ്ടി ഒരു ജന്മം വീണ്ടും കിട്ടും. ഇപ്പം ചെയ്തതിന് ഇപ്പം കിട്ടില്ല, അടുത്ത ജന്മത്തിലേ കിട്ടുള്ളൂ കൂലി. അങ്ങനെയാണ്. അപ്പോൾ പൂന്താനം പറയണത് പുല്ലാദിയായുള്ള ശരീരം ഓരോന്നും, പുല്ലും മരവും മണ്ണും പുഴുവും കീടം, അതുപോലെ മൃഗങ്ങൾ, എന്തെല്ലാം മൃഗങ്ങൾ തന്നെ ആയിട്ടുണ്ടാവില്ല, മത്സ്യം ജലത്തിലുള്ളതും അല്ലെങ്കിൽ കരയ്ക്കുള്ളതും, ഏതെല്ലാം ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള എല്ലാ ജന്മങ്ങളും കഴിഞ്ഞ് അവസാനം ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം ഉത്കൃഷ്ടമായ മനുഷ്യജന്മം, അത് തമ്പുരാനെ വല്ലാതെയാക്കിയിടല, അത് വൃഥാവിലാക്കി കളയാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്ന് ഭഗവാനോട് ഒരു അപേക്ഷയാണ്. എനിക്ക് അത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ മുമ്പ് പറഞ്ഞ ഈ അഹങ്കാരം അങ്ങനത്തെ ഒന്നും തോന്നാതെ ഭഗവാനെ മാത്രം ഭഗവൻ നാമം മാത്രം ജപിച്ച് ഭഗവാനെ വിചാരിച്ച് കഴിഞ്ഞുകൂടാൻ തരണേ, അതിന് തോന്നിക്കണേ എന്നൊക്കെയാണ് പൂന്താനം പറയണത്. അങ്ങനെ ജപിച്ച് നടന്നതിൻ്റെ ഇത് നമ്മൾ കാണുകയും ചെയ്തല്ലേ. പൂന്താനം ഉടലോടെ പോയി അല്ലേ സ്വർഗത്തിലേക്ക്, ഭഗവാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നല്ലേ പറയണത്. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിയത് നമ്മളോടുള്ള ഉപദേശമാണ്. ഈ മനുഷ്യജന്മം എല്ലാം കഴിഞ്ഞ് അവസാനം കിട്ടിയ ഈ മനുഷ്യജന്മം നമ്മൾ വല്ലാതെയാക്കിയിടല, നമ്മളത് വെറുതെ വൃഥാവിലാക്കരുത് എന്നാണ് നമ്മളോട് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.